പൈവളികയിലെ 15-കാരിയുടെയും യുവാവിന്റെയും മരണത്തിൽ കൊലപാതകം കൂടിയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. തിരോധാനവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. പലതരത്തിലുള്ള പരാതികളും പഴികളും ഉയർന്നു വന്നിരുന്നുവെങ്കിലും പൈവളികയിൽ കാണാതായ 15-കാരിയെയും അയൽവാസിയായ 42-കാരനെയും പിന്നീട് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ പോലീസ് അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഇരുവരുടെയും മരണം ആത്മഹത്യയാണെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം തള്ളാതെയാണ് സംഭവത്തിൽ കൊലപാതകം കൂടിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഒരാളുടേത് കൊലപാതകവും മറ്റേയാളുടേത് ആത്മഹത്യയാണോ എന്നതുമാണ് അന്വേഷിക്കേണ്ടത്. ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വ്യാഴാഴ്ച ഹാജരാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 11 രാത്രിയിലാണ് ഉറങ്ങാൻ കിടന്ന 10ാം ക്ലാസ്സുകാരിയെ കാണാതായത്. ഇതിനു പിന്നാലെ തന്നെ അയൽവാസിയും ഓട്ടോ ഡ്രൈവറുമായ യുവാവിനെ കാണാനില്ലെന്ന വിവരവും പുറത്തുവന്നു. സംഭവത്തിൽ കേസെടുത്ത കുമ്പള പോലീസ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ കണ്ടെത്താത്തതിനെ തുടർന്നാണ് മാതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത്. തുടർന്ന് വൻ പോലീസ് സന്നാഹത്തിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നടത്തിയ വ്യാപകമായ തിരച്ചിലിലാണ് മാർച്ച് 9 പെൺകുട്ടിയെയും യുവാവിനെയും പ്രദേശത്തെ മൈതാനത്തോട് ചേർന്നുള്ള വിജനമായ സ്ഥലത്തെ അക്കേഷ്യ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.